ഹായ് ഹലോ അഗൈൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഒത്തിരി നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഞാനൊരു ഹെയർ കെയറിൻ്റെ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാൻ വേണ്ടവർ പോയി കാണുക കേട്ടോ. അപ്പോൾ കുറച്ച് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കണം, നീ എങ്ങനെ പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് ഒരുപാട് പനങ്കല പോലെ മുടി അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ എങ്കിലും ഉള്ള മുടി അത്യാവശ്യം ലെങ്തിലും ഉള്ളിലും ഉണ്ട്. അപ്പം ഞാനതെങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് നൈറ്റ് ഒരു റൊട്ടീൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്നൊരു റൊട്ടീൻ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഞാൻ നൈറ്റിൽ മുടി ഇങ്ങനെ ബണ്ണ് കെട്ടി വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ മുടി അഴിച്ചിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് താഴെ നിന്ന് മുകളിലേക്ക് കോമ്പ് ചെയ്തിട്ട് ചെടയിൽ ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ഒന്നും കാണാറില്ല എങ്കിലും ഉണ്ടെങ്കിൽ പോലും ചെയ്തിട്ട് ചെറുതായിട്ടൊരു മസാജൊക്കെ കൊടുത്ത് വീണ്ടും ബണ്ണ് കെട്ടി വെക്കും. അല്ലെങ്കിൽ ഒന്ന് ക്രാബ് ഇട്ടിട്ട് വെക്കും. അഴിച്ചിടില്ല, ക്രാബ് ഇട്ട് തന്നെ സെക്യൂറായിട്ട് കെട്ടി തന്നെ വെക്കും. അതിനുശേഷം ഞാൻ ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് ഇളം ചൂടുവെള്ളം ആവാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ വെള്ളം കുടിക്കുക. പ്രോപ്പറായിട്ട് വെള്ളം ഹെയറിനും സ്കിന്നിനും ഭയങ്കര യൂസാണ്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞത് കുടിക്കുക. ഓക്കെ, ഒരു 2 ലിറ്റർ കുപ്പിയിലിട്ട് ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കുടിക്കുക. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഹോം റെമഡീസ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. കഞ്ഞിവെള്ളം, ചെറിയ ഉള്ളി, കറ്റാർവാഴ, താളി, അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട്. കഞ്ഞിവെള്ളമൊക്കെ വീക്കിലി വൺസ് ഭയങ്കര യൂസാണ്. ഞാനൊരു 3 ദിവസം 4 ദിവസം കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ശ്വാസം മുട്ടൽ, തുമ്മൽ അങ്ങനെയുള്ളവരൊക്കെ അത് നോക്കിയിട്ട് യൂസ് ചെയ്യാട്ടെ. എനിക്ക് തുമ്മലുള്ളതുകൊണ്ട് ഞാനത് നോക്കിയിട്ട് അങ്ങനെ കുറഞ്ഞിരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ തണുപ്പാണ്, വേറെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെയായിട്ട് തുമ്മൽ വരില്ല. ഉള്ളവർ ശ്രദ്ധിക്കുക. പിന്നെ മന്ത്ലി എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകുക. വീക്കിലി ചെയ്താൽ അത്ര നല്ലത്, അല്ലെങ്കിൽ മന്ത്ലി. പിന്നെ നമ്മുടെ ഹെന്ന, നോർമൽ മൈലാഞ്ചി അരച്ച് തലയിടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഷാമയുടെ ഹെന്നയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ആ ഹെന്ന മേടിച്ചിട്ട് ബ്ലാക്ക്, ബ്രൗൺ, റെഡ് എല്ലാം കിട്ടും, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നരയുള്ളവർക്ക് അതൊരു ചെമ്പ് കളറിലേക്ക് മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു റെഡിഷ് കളർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിയിട്ട് യൂസ് ചെയ്യുക. പ്രായമായിട്ടുള്ളവർക്കൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒരു കളർ ചേഞ്ച് എങ്ങനെ വരുന്നത് എനിക്കറിയില്ല. അപ്പം നോർമലി എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുമ്പോൾ റെഡിഷ് കളർ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് യൂസ് ചെയ്യുക. എന്നെ ഹെയർ ഗ്രോത്തിന് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. മന്ത്ലി വൺസ് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണമെന്നുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യണം. ഇത് എന്ത് ചെയ്താലും ഇത് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ഹെയർ മസാജ് മെയിൻലി നല്ലൊരു കാര്യമാണ്. നമ്മൾ കിടക്കുന്നതിന് മുമ്പുള്ള മസാജ് ആണെങ്കിലും, നമ്മൾ മോർണിംഗ് എണീക്കുമ്പോഴും നമ്മുടെ ഹെയറിന് കൊടുക്കുന്ന ഒരു മസാജ് ആണെങ്കിലും, കുളിക്കാൻ പോകുന്നതിന് മുന്നാണ്. കുളിക്കാൻ ചിലർ കണ്ടിട്ട് ജസ്റ്റ് ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ അമ്മക്ക് കിട്ടും അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ എണ്ണ വെച്ചിട്ട് പോയി കുളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആ മുടി അടിച്ച് ചീവി ചെടക്ക് കളഞ്ഞിട്ട് ശകലമാണ്, ഒരുപാട് വാരി തേക്കരുത്. നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള കുറച്ച് എണ്ണ എടുത്തിട്ട് ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം പോയി കുളിക്കുക. അതുപോലെ നമ്മൾ കുളി കഴിഞ്ഞ് തോർത്ത് തലയിൽ കെട്ടി വെക്കുന്നത്, അത് തോർത്തിയിട്ട് അതങ്ങ് മാറ്റുക. നോർമൽ ടർക്കി ആണെങ്കിലും തോർത്താണെങ്കിലും തോർത്തി അതങ്ങ് മാറ്റി വെക്കുക, തലയിൽ കെട്ടി വെക്കണ്ട. അതൊക്കെ മുടിക്ക് ഡാമേജ് വരും എന്നാണ് എൻ്റെ ഒരു യൂസിൽ പറയുന്നത്. മറ്റുള്ളവർക്ക് നമുക്കറിയില്ല, എൻ്റെ ഒരു ഇതിൽ അങ്ങനെ വരാറുണ്ട്, പൊട്ടിപ്പോകുന്ന പോലെ. എപ്പോഴും ചെറിയ രീതിയിലുണ്ട്, എങ്കിലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നൈറ്റിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ ചീവി ആ നൈറ്റിൽ നമ്മൾ ഒരു 10-15 മിനിറ്റെങ്കിലും മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തിങ്ങനെ അമർത്തി ഓരോ നമുക്ക് മർമ്മങ്ങളും കാര്യങ്ങളുണ്ട്, അപ്പോൾ അവിടെ ഒന്നും കുഞ്ഞിക്ക് എടുക്കുകയും ചെയ്യരുത്. നിങ്ങൾ നോർമലി ഇത് ഈ ഒരു ബാക്ക് എടുത്തായിട്ട് ഒരുപാട് പ്രഷർ കൊടുക്കാതെ, പിന്നെ ഈ നെയിലിൻ്റെ പോർഷൻ നമ്മുടെ സ്കാൽപ്പിൽ ടച്ച് ചെയ്യരുത്. ഈ ഒരു പോർഷൻ മാത്രം നമ്മുടെ സ്കാൽപ്പിൽ ടച്ച് ചെയ്തിട്ട് ചെറിയ രീതിയിൽ മസാജ് കൊടുക്കുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ചെടക്കെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഈ മസാജ് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇട്ടിട്ട് ഇവിടെ നിന്നൊരു മസാജ് കൊടുക്കുക, ബാക്കിലേക്ക് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും മുടി കൊഴിച്ചിലിനൊക്കെ നല്ല രീതിയിൽ കുറവ് വരുത്തും. പിന്നെ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നല്ല സെക്യൂറായിട്ട് കെട്ടി വെച്ചിട്ട് കിടക്കുക. കിടക്കുന്നതിന് മുൻപ് മസ്റ്റായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം, ഫുഡെല്ലാം കഴിച്ച് കിടക്കുന്നതിന് മുന്നായിട്ട്. ഇത്രയാണ് നോർമൽ നമ്മുടെ ഒരു ഹെയർ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങളൊരു മാസം ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. എനിക്ക് എന്താ ഒരു ഇതുണ്ട്, ഇത് യൂസ്ഫുള്ളാണ്, വർത്താവുന്ന ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇനി നമുക്കൊന്നും പെട്ടെന്ന് റിസൾട്ട് തരില്ല. നമ്മൊരു 1 മന്തെങ്കിലും ഇത് യൂസ് ചെയ്യും. നമുക്ക് പൈസ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഹെയറിനൊരു കെയർ കൊടുക്കണം. അതുപോലെ ചെറിയ ഉള്ളി കുത്തി എരിഞ്ഞിട്ട് അതിൻ്റെ നീര് സ്കാൽപ്പിൽ തേക്കുക. അതിപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ 3-4 ഉള്ളി പൊളിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട്
ഒന്ന് സ്പ്രേ ബോട്ടിലും എല്ലാം എടുത്ത് വെച്ചിട്ടൊന്ന് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് തല വാഷ് ചെയ്ത്. അപ്പം സ്മെല്ലുണ്ട്. പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് ചെയ്യാതിരിക്കുക. സാറ്റർഡേ വൈകുന്നേരം, സൺഡേ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. സ്മെല്ല് വരും ഉള്ളിയല്ലേ. പിന്നെ മുട്ടയുടെ വെള്ളം നല്ലതാണ് മുടിക്ക്. അങ്ങനെ ഹോം റെമഡീസ് നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ ഇതൊക്കെ തലയിലുള്ള കാര്യമാണ്, തണുപ്പുള്ള കാര്യമാണ്. അപ്പോൾ ശ്വാസം മുട്ടൽ തുമ്മലുള്ളവർ ചെയ്യുമ്പോൾ അത് നോക്കി കണ്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.